കസ്റ്റഡിയിലെടുത്ത അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ വിശദമായി ചോദ്യം ചെയ്യൽ തുടരുന്നു. കോതമംഗലം സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കണ്ണൂരെത്തി ഉടൻ മജിസ്ട്രേറ്റിന് മുന്നിൽ അർജുൻ ആയങ്കിയെ ഹാജരാക്കും. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഇപ്പോൾ അർജുൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ മൊഴിയെടുക്കുന്ന പ്രവൃത്തി തുടരുകയാണോ? ഇനിയിപ്പോൾ അടുത്ത മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കില്ലേ കോതമംഗലത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥർ അവരോട് കൈമാറുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മൊഴിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക? സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ്. ഈ പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ അർജുൻ ആയങ്കിയെ എത്തിച്ച് വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നത്. എന്തായാലും സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചുമത്തി ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനാണ് നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു, അർജുൻ ആയങ്കി ഷെയർ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയിരിക്കുന്ന പരാതിയിലാണ് ഇപ്പോൾ സൈബർ ക്രൈം കണ്ണൂർ പോലീസ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ ലഭിച്ചിരുന്ന FIRന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ തുടരെ നടപടികൾ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടരെ പ്രകോപനം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് 2:30 കൂടിയാണ് അർദ്ധരാത്രിയിൽ അഭിഭാഷകയെ കാണാനെത്തിയ അർജുൻ ആയങ്കിയെ പോലീസ് അതിവിദഗ്ധമായി പിടികൂടുന്നത്. പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പിന്നീട് അവിടുന്ന് ഇത്തരത്തിൽ കേസ് റെഫർ ചെയ്ത് ഇത്തരത്തിൽ കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മാസങ്ങളിലായി രജിസ്റ്റർ ചെയ്ത ഒന്നുങ്കലിലെയും കോതമംഗലത്തെയും CIമാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ആഭ്യന്തരമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും ആദ്യം പൂർത്തിയാക്കുക. അതിനുശേഷമായിരിക്കും മറ്റൊരു കേസിലേക്ക് ഇയാളെ വിട്ടു നൽകുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. എന്തായാലും തീർച്ചയായും ജോസഫ്, ഈ അർജുന് വേണ്ടി തിരച്ചിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്രയും വ്യാപകമായി നടക്കുമ്പോഴും അദ്ദേഹം വളരെ ഈസിയായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ പറഞ്ഞതുപോലെ ചായ കുടിക്കാനായി പോകുന്നു, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോകുന്നു. സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ സിസ്റ്റത്തെ അടക്കം, സംവിധാനത്തെ അടക്കം ആക്ഷേപിച്ചുള്ള പോസ്റ്റുകൾ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ പോലീസിന്റെ നീക്കം അടക്കം ഒരുപക്ഷെ എങ്ങനെ അർജുന് കിട്ടി എന്നുള്ളത് ഒരു ചോദ്യം ഉയരുകയാണ്. മാത്രമല്ല, കൃത്യമായ ഒരു പിന്തുണ ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകരുടെ, നമുക്കറിയാം സൈബർ പോരാളി കൂടിയാണ് CPMന്റെ പാർട്ടി പുറത്താക്കിയെങ്കിൽ കൂടിയും അവിടെ നിന്നുള്ള ഒരു പിന്തുണ, അല്ലെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങളുടെ നേതാവാണ്, തലവനാണ്, അവിടെ നിന്നുള്ള ഒരു പിന്തുണ, അങ്ങനെ ഇത്തരത്തിലെല്ലാം കൃത്യമായ പിന്തുണ അർജുൻ ആയങ്കിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഈ എങ്ങനെ സാമ്പത്തികമായി ഒരു സഹായം അർജുന് ലഭിച്ചിരുന്നു, അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ഈ അർജുൻ്റെ സഹോദരൻ അജയ് ആയങ്കിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? ഈ അജയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരസ്യമായും രഹസ്യമായും പാർട്ടി പ്രവർത്തകരുടെയും അണികളുടെയും വലിയ രീതിയിലുള്ള പിന്തുണ അർജുൻ ആയങ്കിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ CPM സൈബർ ഹാൻഡിലുകൾ ഇത്തരത്തിൽ രഹസ്യവും പരസ്യവുമായ പിന്തുണ അർജുൻ ആയങ്കിക്ക് നൽകിയതാണ്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം കമന്റുകൾക്കുൾപ്പെടെ, റീലുകൾക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇത്തരത്തിൽ ഇടത് സൈബർ ഹാൻഡിലുകൾ ഈ അർജുൻ ആയങ്കിക്ക് വേണ്ടി നൽകി വന്നിരുന്നത്. മാത്രവുമല്ല, ഈ പണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ QR കോഡ് ഉൾപ്പെടെ ഈ ഇത്തരത്തിൽ അനിയനായിട്ടുള്ള അർജുൻ ആയങ്കിയുടെ സഹോദരൻ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസ് നടപടി ശക്തമാക്കിയത്. ഈ അനിയനെ നടക്കാവ് പോലീസാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്, എത്ര രൂപ ലഭിച്ചിട്ടുണ്ട്, മറ്റെന്തൊക്കെ സഹായങ്ങളാണ് ഈ കസ്റ്റഡിയിൽ കഴിയാൻ ഈ പ്രതിക്ക് നൽകിയതെന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ ഈ അനിയനിൽ നിന്ന് ചോദിച്ചറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആരുടെ സഹായത്താലാണ് ഈ അർജുൻ ആയങ്കി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒളിവിൽ കഴിഞ്ഞതെന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ഈ പോലീസിന്റെ മൂക്കൻ തുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അർജുൻ ആയങ്കി ഇത്തരത്തിൽ പോകുമ്പോൾ പോലും പരക്കെ പാഞ്ഞ് നടക്കുന്ന ഒരു സ്ഥിതിയിലേക്കായിരുന്നു പോലീസ് സന്നാഹം മൊത്തമുണ്ടായിരുന്നത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള
അവമതിപ്പ് പോലീസിനും ആഭ്യന്തര വകുപ്പിനും കേൾക്കേണ്ടി വരികയും ചെയ്തു. ഇതിനിടയിൽ തന്നെ ഈ ഇടത് സഹയാത്രികൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇടത് പക്ഷ ചിന്താഗതിയായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ പാർട്ടി നേതാക്കൾ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ അർജുൻ ആയങ്കി പിടിയിലാകുന്നതും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതായത് ഇന്നലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോട് അർജുൻ ആയങ്കിയെ സംരക്ഷിക്കുന്നത് ആര് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരാണ് സംരക്ഷിക്കുന്നത് എന്നറിയത്തില്ല എന്ന് മാത്രമല്ല, തങ്ങൾക്കതുമായി യാതൊരുവിധ ബന്ധവുമില്ല, ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തോട്ടെ, അതിൽ തങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മുൻ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ തുറന്നടിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നടന്നത്. തൂഫാനിൽ തൂക്കുന്നത് പോലെ അർജുൻ ആയങ്കിയെ തൂക്കണമെന്ന രൂക്ഷമായ ഭാഷയിൽ അർജുൻ ആയങ്കിക്കെതിരെ നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും സമാന രീതിയിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ CPMന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ഇത്തരത്തിൽ തിരസ്കാരം ഏറ്റെടുക്കേണ്ടി വന്നു അർജുൻ ആയങ്കിക്ക്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പിടിയിലാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പക്ഷേ ഇത്തരത്തിൽ CPMന്റെ ചില അണികൾ രഹസ്യമായും പരസ്യമായും സാമ്പത്തികപരമായും ഒളിത്താവളങ്ങൾ ഉൾപ്പെടെ ഒരുക്കി നൽകുന്നതിൽ അർജുൻ ആയങ്കിക്ക് സഹായം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം പാർട്ടി ഘടകങ്ങളിൽ തന്നെയുണ്ട്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കർശനമായ കാര്യം ഉറപ്പാണ് ജോസഫ്. അത്തരത്തിലുള്ള സഹായം ലഭിക്കാതെ ഒരുപക്ഷേ അർജുൻ ആയങ്കി എങ്ങനെ പുറത്തു നിൽക്കാൻ സാധിക്കില്ല. അടുത്ത ഉയരുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ വൈദ്യപരിശോധന അടക്കം പൂർത്തിയായി, ചോദ്യം ചെയ്യലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എത്ര മണിയോടുകൂടി ഒരുപക്ഷെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആഭ്യന്തരമന്ത്രിയെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തപ്പോൾ FIRലുണ്ടായിരുന്നത്. പിന്നീട് ഈ FIR പുതുക്കുകയും ഗുരുതരമായ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാൻ അർജുൻ ആയങ്കിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഒരു അഭിഭാഷകന്റെ സഹായത്തോടുകൂടി കോടതിയിൽ എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനാണ് നിലവിൽ ഈ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനുശേഷമായിരിക്കും ഊന്നുകല്ലിലും കോതമംഗലത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റു കേസുകളിലെ സംബന്ധിച്ച വിശദമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ആദ്യഘട്ടത്തിൽ കണ്ണൂർ സൈബർ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലെ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ ആയങ്കിക്ക് കൂടുതൽ സുരക്ഷ നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസിന്റെ ഇന്റലിജൻസ് വൃത്തങ്ങളൊക്കെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി സമീപ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഇത്തരത്തിൽ വിളിച്ചു വരുത്തി സുരക്ഷ ഒരുക്കുന്ന തന്നെയാണ് ഇപ്പോൾ ജോസഫ് പുറത്തുവിട്ടത്. അതായത് കൂടുതൽ അർജുൻ ആയങ്കിക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസുകാരെ ആ പ്രദേശത്ത് വിന്യസിക്കുകയാണ്.